വികസന കാഴ്ചപ്പാടും ലക്ഷ്യബോധവും ഇല്ലാത്ത ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് ആരോപിച്ച് പുന്നയൂർകുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടക്കമുള്ള ഇടതുപക്ഷ മെമ്പർമാർ ബജറ്റ് കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു. ജനങ്ങൾക്ക് നൽകിയ നിരവധി വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായ ആൽത്തറയിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് പ്രാരംഭ നടപടികൾക്ക് പോലും നയാ പൈസ വകയിരുത്തിയിട്ടില്ലെന്നും തീരദേശ മേഖലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായിട്ടുപോലും മത്സ്യമേഖലയ്ക്കും അവരുടെ ഉന്നമനത്തിനായും യാതൊരുവിധ ഫണ്ടും മാറ്റിവെച്ചിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. യുവജനക്ഷേമത്തിനായി കേവലം 3,50,000 രൂപ മാത്രമാണ് വകയിരുത്തിയിട്ടുള്ളത്. വയോജനം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയ്ക്കും കാര്യമായ ഫണ്ട് നീക്കിവെച്ചിട്ടില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തി. ഇതിൽ പ്രതിഷേധിച്ചാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CC ജയന്തി അടക്കമുള്ള ഇടതുപക്ഷ മെമ്പർമാർ പഞ്ചായത്തിന് മുമ്പിൽ ബജറ്റ് കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചത്. പ്രതിപക്ഷ മെമ്പർമാരായ AD ധനീബ, EP സുഭാഷ്, ഷിമോദ് കാട്ടിശ്ശേരി, MB സുജേഷ്, MV ഷിനോദ് തുടങ്ങി മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് കോപ്പി കത്തിച്ചത്. ഇത്തരം പ്രതിഷേധം കണക്കിലെടുത്ത് ബഡ്ജറ്റ് തിരുത്തി മേഖലകളിലേക്ക് ഫണ്ട് വകയിരുത്തണമെന്ന് മെമ്പർമാർ ആവശ്യപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി വാതോരാതെ വാദിക്കുന്നവരാണ് UDF. കഴിഞ്ഞ കാലങ്ങളെല്ലാം മത്സ്യത്തൊഴിലാളികൾക്ക് ഫണ്ട് അനുവദിച്ചത് കുറഞ്ഞെന്ന് പറഞ്ഞ് ബഡ്ജറ്റ് പ്രതിഷേധം രേഖപ്പെടുത്തുന്നവർ ഈ ബഡ്ജറ്റിന്റെ രേഖകളിൽ ഒരു പേര് പോലും എവിടെയെങ്കിലും എഴുതി വയ്ക്കാൻ പോലും മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിൽ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിൽ യുവജന മേഖല, നമ്മുടെ ചെറായി സ്കൂളിന്റെ ഭാഗത്ത് 54 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുള്ളതാണ്. ഇനി കൂടുതൽ സ്ഥലം വാങ്ങണം, ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കണം. എന്നാൽ യുവജന മേഖലയ്ക്ക് ആകെ മാറ്റിവെച്ചിട്ടുള്ള ബഡ്ജറ്റ് വിഹിതം എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ യുവജന മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കകത്തും നടത്തിയിട്ടുള്ള വിവേചനപരമായിട്ടുള്ള ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബഡ്ജറ്റ് തിരുത്തി ബഡ്ജറ്റ് റിവിഷൻ ചെയ്ത് മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയ്ക്കും യുവജന മേഖലയ്ക്കും ഫണ്ട് കൂടുതൽ വകയിരുത്തണമെന്നാണ് LDFന്റെ അംഗങ്ങൾക്ക് വേണ്ടി ഇവിടെ